എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലിങ്ക് ഷെയർ ചെയ്യാനൊന്നും മറന്നു വരുതേ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി വേണം. പിന്നെ നമ്മളുടെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം സുൽത്താനും റിസ്വാനും വാക്സിനേഷൻ്റെ സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. പിന്നെ ഇപ്പോൾ കുറച്ച് തിരക്ക് കാരണമാണ് ഡെയിലി പോസ്റ്റ് ഇടാൻ സാധിക്കാത്തത്. അപ്പം നമുക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോസിൽ പോയാലോ? അങ്ങനെ കുറേ നാൾ നമ്മൾ ട്രൈ ചെയ്ത് അവസാനം ഒരു വാക്സിൻ്റെ സ്ലോട്ട് കിട്ടിയേക്കാണ്. പക്ഷെ ഇത് വന്നിട്ട് പെയ്ഡ് സ്ലോട്ടാണുള്ളൂ. കാരണം 18-ന്റെ മുകളിലുള്ളവർക്ക് ഞാൻ നോക്കിയതിലെല്ലാം പെയ്ഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഒരാൾക്ക് SP ഫോർട്ടിൽ കിട്ടി, ഒരാൾക്ക് എവിടെയാണ് SP വെൽഫോർട്ട്. ഇപ്പൊ രണ്ടും രണ്ട് സ്ഥലത്താണ്. പക്ഷെ നമ്മള് 2 സ്ലോട്ട് കിട്ടിക്കുന്നത് 11 മുതൽ 1 മണി വരെ അല്ലേ. അപ്പൊ ആദ്യം റിസ്വാന്റെ അടുത്ത് പോയി, റിസ്വാന്റെ ഹോസ്പിറ്റലിൽ പോയി വാക്സിൻ എടുത്തിട്ട് സുൽത്താന്റെ അടുത്ത് പോകുന്ന വിചാരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നോക്കി അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾ എല്ലാരും ഈ ഗവൺമെന്റ് നോക്കി നടന്നാൽ ചിലപ്പോൾ വാക്സിൻ കിട്ടണമെന്നില്ല. അതൊക്കെ എവിടെ പോകണമെന്ന് അറിയില്ല. നമ്മൾ നോക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ പെയ്ഡ് പോസ്റ്റ് വാക്സിൻ സ്ലോട്ട് നോക്കിയത്. എത്ര നാൾക്ക് ശേഷം സുൽത്താനും റിസ്വാനും കുറെ കാലത്തിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. എന്ത് തോന്നുന്നേ വെളിയിലൊക്കെ ഇറങ്ങി കണ്ടപ്പോ? മാറ്റമില്ല, അതേപോലെ തന്നെ. ഈ ലോക്ക്ഡൌൺ സമയത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? വാപ്പതോ വീട്ടിന്റെ പണിക്കുള്ള എന്തോന്നോ കമ്പിയുടെ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവുക. ഉമ്മ അവിടെ നിൽക്കണുണ്ട്, കണ്ടുകൂടാ. ഉമ്മ ഉണ്ട് അവിടെ. അപ്പോൾ വീട്ടിന്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയിരിക്കും. ഉമ്മയുണ്ട് അവിടെ. അപ്പൊ അത് എടുത്തിട്ടേക്ക് നമ്മൾ പോണത്. ഓർഡർ കൊടുത്തു കൊണ്ടുപോയിക്കും. വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ എത്തിയേക്ക് നമ്മള് SP വെൽഫോർട്ട് തന്നെ അവിടെ പോസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. ഒരാൾക്ക് ഇവിടെ, ഒരാൾക്ക് അവിടെ. പേടിയുണ്ടോ? ആണി എല്ലാവരും താങ്ക്സ്. അപ്പം അങ്ങനെ വാക്സിനേഷൻ എടുത്ത് ഇപ്പം 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞു. ഇപ്പോൾ ഒബ്സർവേഷൻ റൂമിലാണ് നിൽക്കുന്നത്. ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈഡ് എഫക്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ഇനി അതിൻ്റെ ശേഷം എന്താണെന്ന് നോക്കാം. അങ്ങനെ ഒബ്സർവേഷൻ റൂമിലും കഴിഞ്ഞ് 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നല്ല മഴയാണ് വെളിയിൽ. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇനി സുൽത്താക്കയും പാപ്പയും കണ്ടുപിടിക്കണം. എവിടെ വെച്ചാൽ സുൽത്താക്കയും പാപ്പയും ഇവിടെ വണ്ടിയിലുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, സാധാ സൂചി കുത്തണ പോലെ തന്നെ. അല്ല ഞാൻ വിചാരിച്ച വേറെ എന്തെങ്കിലും. എനിക്ക് വേണ്ടി ഇത്രയും സമയം കളഞ്ഞിട്ട് ഇവന്റെ അപ്പോയിന്റ്മെന്റ് 1 മണി വരെയാണ്. മണി എത്രയും നോക്കി. മഴ തോന്നുന്നല്ലേ ഇപ്പൊ? ഇപ്പൊ സമയം 12:45. എന്റെ സ്ലോട്ട് 1 മണി വരെയാണ്. അപ്പം റിസാന്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു എക്സ്ട്രാ 15-30 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും. എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം 12:45. അടുത്ത അപ്പോയിന്റ്മെന്റ് 11 മുതൽ 1 മണി വരെയാണ് അല്ലേ? കിട്ടുമെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ടുമാറോ. അങ്ങനെ 2ാമത്തെ ഹോസ്പിറ്റലിൽ എത്തി. സമയം 1:09. നോക്കാം കിട്ടുമോ.
ഞാൻ വാക്സിനേഷൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ മറ്റേ SP വെൽഫോർഡിനായിട്ടും കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഇവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, വാക്സിൻ എടുക്കുന്ന ആളെ മാത്രമേ കയറ്റൂ, അങ്ങനെയൊക്കെയാണ്. എന്തായാലും വാക്സിൻ എടുത്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുക. അപ്പം മറ്റേ ഹോസ്പിറ്റലല്ല, നമുക്ക് ഇവിടെയാണ്, എനിക്ക് ഇവിടെയാണ് വന്നത്. അതായത് SP ഫോട്ടോ എടുത്താലും എൻ്റെ സൈഡിൽ ഒരു എന്താ പറയാ ഒരു ഹോളുണ്ട്. കല്യാണം ആണ്. ഓഡിറ്റോറിയം. അപ്പൊ അതിന്റെ അകത്ത് വെച്ചിട്ടായിരുന്നു. അപ്പം അവിടെ കുറച്ച് സ്ട്രിക്റ്റ് പോലെയാണ്. അതായത് വാക്സിൻ എടുക്കുന്ന ആളെ മാത്രമേ കയറ്റൂ, പിന്നെ വേറെ അവിടെ വീഡിയോ പിടിക്കാനൊന്നും സമ്മതിക്കൂല. പക്ഷെ പെട്ടെന്ന് തീർന്നു. അവിടെ കുറച്ച് ക്യൂ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല, അത്ര തിരക്കില്ലായിരുന്നു. പക്ഷെ ആൾക്കാര് ഇഞ്ചക്ഷൻ എടുത്തതിന്റെ വെയിറ്റ് ചെയ്യില്ലേ, അവിടത്തെ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് കോവിഷീൽഡ് ആണ്, പിന്നെ പറഞ്ഞ് പാരസെറ്റമോൾ കഴിച്ചേക്കണോന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അവിടുത്തെ പ്രത്യേകതയുണ്ട്. ഒരു വാക്സിൻ എടുത്ത ആൾ ഇതാ കിടക്കുന്നു. തലവേദന എന്നൊക്കെ പറഞ്ഞ് കിടന്നതാണ്, ഇതായെന്നറിയില്ല. സുൽത്താൻ 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 എന്ത് എങ്ങനെയുണ്ട്? പനിയുണ്ട്, ചെറിയ പനിയുണ്ട്, വലിയ കൂടുതലൊന്നുമില്ല. തലവേദന എടുക്കുന്ന വാക്സിൻ എടുക്കണ്ടായിരുന്ന? വാക്സിൻ എടുക്കണ്ടായിരുന്ന? നീ എല്ലാം ധൃതി വെച്ചോണ്ടിരുന്നത് എടുക്കാന്ന്. റിസ്വാനും ചെറിയ പനി ഉണ്ടായിരുന്നു. ഇപ്പൊ എടുത്ത രണ്ടാമത്തെ ഡോസ് 3-4 മാസം കഴിഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റൂ. ആദ്യത്തെ ഡോസ് എത്ര താമസിക്കോ, രണ്ടാമത്തെ ഡോസ് അതേപോലെ താമസിക്കും. ആദ്യം റിസ്വാന് പനി ഒന്നുമില്ല, വലിയ സ്മാർട്ടായിട്ടിരുന്നില്ലേ? അപ്പൊ അവനാണ് പനി, നിന്റെക്കാട്ടി കൂടുതൽ വന്ന് അവന് ഒന്നുമില്ലാതെ കുഴപ്പമില്ല, നിന്റെ ആണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അവനാണ് പനിയായത്. പനി വരുന്നത് നല്ലതാണ്. ഡോള കഴിച്ച? ഇപ്പൊ ഇനി ഡോള ഇല്ല, ഉമ്മ അടുത്ത് പറയാം വാങ്ങിച്ചോണ്ട് വരാം കേട്ടാ. ഇതാ കിടക്കുന്നു റിസ്വാനെ. എന്തേ പനിയാ? ഇപ്പോഴാണ് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തതിന്റെ എഫക്ട് വന്നതെന്ന് തോന്നുന്നു. നേരത്തെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോഴാണ്. നീ വാക്സിനൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് സുൽത്താനാണ് തലവേദനയൊക്കെ വരുന്നത്. നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ അവനെ കളിയാക്കുമായിരുന്നു. അപ്പൊ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് തലവേദന എടുക്കണ. കുളിച്ച് നീ ഇല്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം നീ കുളിച്ചല്ലോ, അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. ഇല്ല പിന്നെ കുഴപ്പമില്ല. പിന്നെ എപ്പോഴാണ്? ഇപ്പൊ കുറച്ചു നേരം മുമ്പ് പനിയായ വാക്സിൻ വർക്ക് ചെയ്ത് തുടങ്ങി. ചിരിക്കുന്നു നീ. പനി വന്നപ്പോഴും ചിരിയാ? സന്തോഷോ? എനിക്ക് പനിയൊന്നും വന്നില്ല വാക്സിൻ എടുത്ത്. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡോളോ വാങ്ങിക്കാനായിട്ട് പോവാണ്. ഡോളോ വേണേ, ഒരു 15 എണ്ണം എടുത്തേക്ക്. വാക്സിനേഷൻ എടുത്തേ. അപ്പോൾ ദേ അവർക്കുള്ള മരുന്നൊക്കെ വാങ്ങിച്ചു. പേരൂർക്കൊന്നും ആരുമില്ലണ്ടോ. പഴം, ഏത്തപ്പഴം. നമ്മുടെ വീട്ടിലെ നിസ്സാർക്കാക്കും മക്കൾക്കും ഒക്കെ പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിസ്സാർക്കാക്ക് പ്രത്യേകിച്ച് ഇതുപോലെ നാടൻ ഏത്തപ്പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഡെയിലി രാവിലെ ഒരു ഏത്തപ്പഴം കഴിക്കും. അപ്പം സുൽത്താൻ പണ്ടിങ്ങനെ പഴമൊന്നും കഴിക്കുന്ന ആളല്ലായിരുന്നു, പക്ഷേ ഇപ്പം സുൽത്താനും പഴത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന വഴിയിൽ തന്നെ ഞാൻ ഇവിടെ ചെടികളുടെ നഴ്സറി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ നഴ്സറിയിൽ കയറി കുറച്ച് ചെടികൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സ്കൂട്ടറിലാണ് വന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാൻ ഇപ്പോൾ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കുറേ ദിവസം കൊണ്ട് ഞാനിങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നാണ് സൗകര്യം ഒത്തു കിട്ടിയത്. അപ്പം ഇവിടെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ഉള്ള ചെടികളുണ്ട്, കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട് വെച്ച് ഏകദേശം ആകുമ്പോൾ തന്നെ നടേണ്ട ഒന്നാണ് ചെടികൾ എന്ന് പറഞ്ഞാൽ. ഞാൻ ദേ റംബൂട്ടാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റംബൂട്ടാൻ വെക്കുവാണ്. വളർന്നാൽ മതിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ ചാണകപ്പൊടിയും അതുപോലെ തന്നെ വളവും കൂടി മണ്ണിൽ മിക്സ് ചെയ്തിട്ടാണ് വയ്ക്കണം. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ റംബൂട്ടാൻ ചെടി തന്നെ നിസ്സാർക്ക തന്നെ ഉദ്ഘാടനം ചെയ്യാണ്.
ശരിക്കും പറഞ്ഞാൽ ചെടികളൊക്കെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ഒത്തിരി വൈകിപ്പോയി. ഇതൊക്കെ നമ്മൾ വീട് വെച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ വെക്കുകയാണെങ്കിൽ വീട് വെച്ച് തീരുമ്പോൾ ഇതൊക്കെ ഒരു മരമായിട്ടൊക്കെ വരും. പൂക്കളാണെങ്കിൽ പൂത്ത് വരുന്ന സമയമാവും. പോട്ടെ, ഇനി ആയാലും മതിയല്ല. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില തൈയും പിച്ചി തൈയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുല്ലയും വാങ്ങിച്ചു. ഇത് കണ്ട, ഇതുപോലെ കൊച്ചു കൊച്ചു തൈയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ സൈഡിലേക്ക് ഒന്ന് നട്ട് വെക്കുകയാണ്. എന്താണ് വാക്സിൻ കാര്യം ചെയ്യുന്നത്? നിന്റെ പേരിലാണ് ചോദിച്ചത്. കഞ്ഞിന്ന് പനി കുറവുണ്ടോ? എനിക്ക് ആദ്യത്തെ പരാതി കഴിഞ്ഞല്ല. വാക്സിൻ എടുത്തപ്പം ഭയങ്കര. പക്ഷേ വൈകിട്ടൊക്കെ എന്തായിരുന്നു? ചുരുണ്ടുകൂടി കിടക്കുമായിരുന്നല്ലോ. വൈകിട്ട് എന്തോ ഭയങ്കര തലവേദനയും പനിയും പിന്നെ ദേഹവേദനയും. അതൊക്കെ കുറഞ്ഞ് വാക്സിൻ എടുത്ത കൈ ഇങ്ങനെ എന്താ പറയും, മസിൽ പിടിച്ചിങ്ങനെ പോലെയായിരുന്നു. ഇപ്പം എന്തായാലും നമുക്ക് പനി കുറഞ്ഞപ്പോഴെന്നറിയോ? അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ കുറേ മറ്റേ ഇത് ഓറഞ്ച് കഴിച്ചു. കുറേ രസനോടെ കഴിക്കാൻ. നമുക്ക് പനി വരുന്ന സമയത്താണ് കഴിക്കാൻ പാടില്ലാത്തതൊക്കെ കഴിക്കണം തോന്നുന്നത്. അപ്പോൾ നമ്മളുടെ സുൽത്താൻ ഒരു ഭയങ്കര കൊതി പായസം കുടിക്കണമെന്ന്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചെറുപയർ ഞാൻ ഒരു കപ്പ് എടുത്ത് കഴുകി ഇതുപോലെ പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വിസിലിട്ടിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒരു 4 വിസിൽ വരെ വേവിച്ചെടുക്കും. പിന്നെ 3/4 കപ്പ് ചവ്വരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചവ്വരി കഴുകി എടുത്തിട്ട് ഇരിക്കുന്നതാണ്. ഈ 3/4 കപ്പ് ചവ്വരിക്ക് ഞാൻ അതിന് ഇരട്ടിയും അതിൽ കൂടുതലും വെള്ളം ഇതുപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിള വരുന്ന സമയത്ത് നമുക്ക് ഈ ചവ്വരി ഇട്ടിട്ട് ഇളക്കി വേവിച്ചെടുക്കാൻ. ചവ്വരി എപ്പോഴും നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളുടെ കുക്കർ വിസിലൊക്കെ കേട്ട് കഴിഞ്ഞ് സ്റ്റീമെല്ലാം പോയ ശേഷം ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ പയർ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പായസം ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് വെന്ത് വരുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം പയർ റെഡിയായ ശേഷം ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഉണ്ടല്ലോ, അപ്പോൾ ആ ചവ്വരിയും കൂടി ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് പരുവാണ്, ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയണത് നമ്മൾ ഇരട്ടിയിൽ കൂടുതൽ വെള്ളം വച്ചിട്ട് വേണം ചവ്വരി വേവിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ പയറും ചവ്വരിയും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ശർക്കരപ്പാനി നേരത്തെ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒക്കെ റെഡിയാക്കുമ്പം പിന്നെ ഉരുക്കാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 1.25 കപ്പോളം ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. ചിലർക്ക് മധുരം കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് കുറവ് മതിയായിരിക്കും. ഞങ്ങൾക്കിവിടെ അധികമായിട്ട് മധുരം വേണ്ട കേട്ടോ പായസത്തിന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രമേ മധുരം ചേർക്കുന്നുള്ളൂ. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ്. ഈ ചുക്കുപൊടിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം അത് ഇതുപോലെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം ചെറുപയർ പായസം ആയതുകൊണ്ട് തന്നെ ഈ ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക മണവും പ്രത്യേക രുചിയാണ് കേട്ടോ. എന്നിട്ട് ഇത് തിളയ്ക്കാനായിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടപ്പ് മാറ്റിയപ്പോഴേക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഏകദേശം 1 ടീസ്പൂണോളം നെയ്യ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 ലിറ്ററോളം പാല്, ഫ്രഷ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്, തേങ്ങാപ്പാലല്ല കേട്ടോ, പശുവിൻ പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന പായസമല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ മറ്റൊരു പാനിലേക്ക് നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ കുറച്ച് കൊപ്ര ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പലർക്കും തോന്നും ഫ്രഷ് മിൽക്കിൽ ഇത് ഉണ്ടാക്കിയാൽ നന്നായിരിക്കുമെന്നൊക്കെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളുടെ കവർ പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രുചിയാണ്. അപ്പം അണ്ടിപ്പരിപ്പ് കൊപ്ര വറുത്ത ശേഷം അത് മാറ്റിയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് മൂപ്പിച്ചു കൊടുക്കുകയാണ്.
മൂപ്പിച്ച് കൊടുത്തിട്ട് ഞാനിതിലേക്ക് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറുപയർ പരിപ്പ് പായസം ആയതുകൊണ്ട് തന്നെ അതിനൊരു കളറ് ഒരു ഇരുണ്ട ഷെയ്ഡായിരിക്കും. അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മൂപ്പിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ നല്ല ഒരു കളർ കിട്ടും നമ്മളുടെ പായസത്തിന്. അപ്പം എപ്പോഴും നമ്മൾ കണ്ണല്ലേ ആദ്യം ആസ്വദിക്കുന്നത്. അപ്പോൾ ആ പായസം കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് കുടിക്കാൻ തോന്നണമെങ്കിൽ ഇച്ചിരി ഭംഗിയൊക്കെ വേണ്ടേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെറുപയർ പരിപ്പ് പായസം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ഇട്ടൊക്കെ വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.